ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് കണ്ണൂരേക്ക് യാത്ര പുറപ്പെടുവാണ്. അപ്പോൾ റോഡിലേക്ക് കയറുന്ന സമയത്ത് റോസയൊക്കെ നോക്കി. ഇത് മേഘാലയ റോസയാണ്. അവിടുന്ന് കൊണ്ടുവച്ചതാണ്. പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലോണം പൂത്തിരിപ്പുണ്ട്. പക്ഷേ വീടൊന്നും വലുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. യാത്ര പുറപ്പെട്ടു. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു, മഴയൊന്നും പെയ്തിട്ടില്ല. ഇഷാൻ ബാക്കിലുണ്ട്. ഇഷാൻ എപ്പോഴും നല്ല സംശയങ്ങൾ മാത്രമാണ്. എപ്പോഴും വണ്ടി ഓടിക്കുമ്പം അവൻ ഉറങ്ങാറൊന്നുമില്ല. എപ്പോഴും വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ ആ സംശയങ്ങൾ ഒരുപാടുണ്ട് പോകുന്ന വഴിക്ക്. അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ നല്ല തക്കതായ മറുപടിയും പറഞ്ഞ് വണ്ടി ഓടിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധ ഫുള്ള് വണ്ടി ഓടിക്കുന്നത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി 450 കിലോമീറ്റർ ഓടിയാലും അവൻ്റെ സംശയങ്ങൾ തീരത്തില്ല. വണ്ടിയെപ്പറ്റിയുള്ള സംശയങ്ങളുണ്ട്, റോഡിനെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്, റോഡിൽ പോകുന്ന മറ്റ് വണ്ടികളെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെപ്പറ്റി സംശയങ്ങളുണ്ട്. അങ്ങനെ അവന് പല പല സംശയങ്ങളാണ്. അതിൻ്റെ എല്ലാം ആൻസർ കൊടുത്ത് എനിക്കും ഒരു ടൈം പാസ്സുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ബാക്ക് സീറ്റിൽ അമ്മയുണ്ട്, മാഷിയുണ്ട്. അവരിതെല്ലാം കേട്ടുകൊണ്ട് അവരും ഇരിക്കുന്നു. അവനെപ്പോഴും പറയുന്നത് വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കണമെന്നാണ്. പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളെപ്പോഴും ഒരു നോർമൽ സ്പീഡിലേ പോകത്തുള്ളൂ. പക്ഷേ അവനതങ്ങോട്ട് ഇഷ്ടമല്ല. കുട്ടികളല്ലേ, അവനറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വണ്ടി സ്പീഡിൽ പോയുള്ള പ്രശ്നം എന്താണെന്നും കുറഞ്ഞ സ്പീഡിൽ പോയാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്നും എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവനെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് എല്ലാ വണ്ടിയെപ്പറ്റി നല്ല സംശയങ്ങളും വീണ്ടും ഏത് വണ്ടി പോയാലും അവൻ ഇപ്പോൾ എനിക്ക് പോലും അറിയാൻ വയ്യാത്ത വണ്ടി ഫ്രണ്ടിൽ കൂടെ പോയാൽ അവനറിയാൻ പറ്റും ഏത് വണ്ടിയാണെന്ന് അവൻ പറയും. അത് എങ്ങനെയുള്ള സ്പീഡുള്ള വണ്ടിയാണ്, എത്ര ലിമിറ്റാണ്, ഇതെല്ലാം അവനറിയാൻ പറ്റും. പക്ഷെ ഞാൻ അവനെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. വണ്ടി ഇത്ര ലിമിറ്റിനെ പോകാവൂ, ഇത്ര സ്പീഡിൽ പോയാൽ ഇതാണ് പ്രശ്നം, ഇതെല്ലാം പറഞ്ഞ് അവനെ മനസ്സിലാക്കാറുണ്ട്. നമ്മളിനി എത്ര നല്ല റോഡായാലും ഒരു 40-നും 55-നും ഇടയ്ക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് എന്തൊരു സുഖമാണെന്നറിയാമോ. ഒരു ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. ഒരു 40-നും 45-നും 50-നും 55 മേളിൽ പോകാൻ പാടില്ല. നല്ല സുഖമായ യാത്രയായിരിക്കും. ഒരു ക്ഷീണവും വരത്തില്ല. ഒരു ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. വെറുതെ ആവശ്യമില്ലാതെ സ്പീഡ് എടുത്തിട്ട് എണ്ണയും കുറച്ച് കളയാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ഗുണവുമില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ള പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. അവിടെ നമ്മൾ നേരത്തെ ഫാസ്ടാഗ് വഴി ഓൺലൈൻ റീചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. പൈസ ഇപ്പോൾ കൊടുക്കേണ്ട, നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിം വ്ലോഗ് 41 പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.